പ്രതിഭേ, കഴിഞ്ഞ 23 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ സമരം കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയപ്പോൾ അതുവഴി ഒന്ന് പോയി, സെക്രട്ടേറിയറ്റ് നടയിൽ കൂടെ പോയി. പ്രതിഭ വളരെ വളരെ കണ്ടാൽ തന്നെ ഭയങ്കരമായ ഒരു വിഷമം, ദയനീയമാണ്. ഒരു ആ കിടത്തയും ആ പാവം എല്ലാം ഏതാണ്ട് ഒരു എബോവ് 50 ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന സർക്കാർ എന്തുകൊണ്ട് ഇതുവരെ ഒരു ചെറിയ മൂവ്മെൻ്റ് പോലും നടത്തിയില്ല എന്ന് ചോദിച്ചാൽ അവർക്കൊരുതരം ഒരു അപകർഷതാബോധവും കൂടെ ഇതിലുണ്ടോ എന്ന് നമുക്ക് തോന്നേണ്ടി വരും. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിക്ക് SUCI എന്ന ഒരു പാർട്ടി ഈ സമരം ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് ഇവർക്ക് എന്താണ് ഇത്ര അപകർഷതാബോധം? അല്ല, അത് ഈ CPM രണ്ട് കാര്യമാണ്. യുവദാസ് പറഞ്ഞ പോലെ രണ്ട് രീതിയാണ്. ഒന്ന്, ഈ സംഘടനയുടെ ഒരു ആഭിമുഖ്യത്തിൽ തുടങ്ങിയ സമരം എന്ന രീതിയിൽ അത് ഏത് വിധേനയും പൊളിക്കണം, അതൊന്ന്. രണ്ട്, ഈ സമരക്കാരോട് കാണിക്കുന്ന ഒരു രീതി. വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് അല്ലേ? വിപ്ലവ പ്രസ്ഥാനമാണ് CPM. അതെ, തൊഴിലാളി വർഗ പാർട്ടിയാണ്. അധസ്ഥിതർക്ക് വേണ്ടി നിലവിൽ വന്നൊരു പാർട്ടിയാണത് അല്ലേ? അതെ, അടിസ്ഥാന വർഗം തൊഴിലാളി വർഗം. അതെ, തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ പാർട്ടി രൂപീകൃതമായത് അല്ലേ? ആഗോള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും അല്ലേ? ഒരു മേദിനത്തിന് വരുന്ന തൊഴിലാളി സ്നേഹമൊക്കെ നമ്മൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുക. അപ്പൊ ഈ ആശാ വർക്കർമാർ ഈ സർവ്വരാജ്യ തൊഴിലാളികളിലൊന്നും പെടുന്നില്ലേ? അഥവാ ഈ സർവ്വരാജ്യ തൊഴിലാളികളുടെ ഭൂപടത്തിലെ ആശാ വർക്കർമാരുടെ ഈ കൊച്ചു കേരളം പെടുന്നില്ലേ? സെക്രട്ടേറിയറ്റിന്റെ മുൻവശം വരുന്നില്ലേ എന്നൊക്കെയാണ് നമുക്ക് ചോദിക്കാൻ തോന്നുന്നത്. അൺപാർലമെൻ്ററി ആണെങ്കിൽ ക്ഷമിക്കാം. അത്രത്തോളം ദയനീയമാണ് അവരുടെ അവസ്ഥ. ഇന്നിപ്പോൾ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തന്നെയാണ്. അതായത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ഓണറേറിയം ലഭിക്കുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർക്കാണെന്ന് പറഞ്ഞു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിൻ്റെ MLA എഴുന്നേറ്റ് ചോദിച്ചു, അതായത് ഇന്ത്യയുടെ ഭൂപടത്തിൽ സിക്കിം ഇല്ലെന്ന്. കാരണം സിക്കിം എന്ന സംസ്ഥാനത്തിൽ ഇവർക്ക് ഓണറേറിയം കിട്ടുന്ന 10,000 രൂപയാണ്. എന്തിന്? പശ്ചിമ ബംഗാളിൽ ഇവർ 40 വർഷക്കാലം ഭരിച്ചെന്നല്ലേ പറയണത്. അവിടെ ഈ ആശാ വർക്കർമാർ അവർ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് കിട്ടുന്ന 5 ലക്ഷം രൂപയാണ്. ഇവിടെ എത്ര കിട്ടണേ? അപ്പോൾ ആശാ വർക്കർമാർ ഹരിയാനയിൽ, എല്ലാ സ്ഥലത്തും, കർണാടകത്തിൽ എന്തിനാ ഇളമരം കരീം നിയമസഭയിൽ 2014 ആശാ വർക്കർമാർക്ക് 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ പറയണത് കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഞങ്ങൾ ഇപ്പൊ ഈ വലിയ വേദവാക്യം അടിച്ച ഇളമരം കരീം, ബക്കറ്റ് പിരിവിനെ ആക്ഷേപിച്ച ഇളമരം കരീം. അതെ, ബക്കറ്റ് പിരിവ് എന്ന് തന്നെ പറഞ്ഞല്ലേ ഈർക്കിൽ പാർട്ടി, ബക്കറ്റ് പിരിവ്, കീടം, ആ സ്ത്രീയെ കീടം. നോക്കൂ, ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഇത്തരത്തിൽ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ബക്കറ്റ് പിരിവ് നടത്തിയേക്കണം ആരാ? അയ്യപ്പദാസിന് പറയാൻ പറ്റില്ല, ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ. അല്ല, പെരിയ കൊലക്കേസിൽ പ്രതികളെ രക്ഷിക്കാനായിട്ട് കേസ് വാദിക്കാൻ ബക്കറ്റ് പിരിവ് നടത്തിയവരല്ലേ ആരാണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഒരിക്കലും അതിനെ ഒന്നും മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല. ചിലപ്പോൾ ഒരു ജനകീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ സാധാരണക്കാരൻ്റെ നാണയത്തുട്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് സമാഹരിക്കാൻ കഴിയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ജനകീയ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ സാധാരണക്കാരൻ്റെ അടുത്തേക്ക് ബക്കറ്റ് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരും. പ്രതിഭയെ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ എത്രയോ കാഴ്ച കണ്ടിട്ടുണ്ട്. CITUകാർ ഇന്ന കാര്യത്തിലേക്കെന്ന് പറഞ്ഞ് ബക്കറ്റ് പിരിവ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ അടുത്ത കാലം വരെ കണ്ടിട്ടുണ്ട് പണപ്പിരിവിന് അവർ പോകുന്നത്. തീർച്ചയായിട്ടും ഒരു ഉളുപ്പില്ലാതെ കടകളിൽ കയറി. അല്ല, തീർച്ചയായിട്ടും അത് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ ബക്കറ്റ് അത് കൊച്ചായി കാണുന്നതുമല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക്, ജനകീയ സമരങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ ജനങ്ങളിൽ നിന്ന് തന്നെ മാർഗ്ഗമുള്ളൂ. അവിടെ നമ്മൾ ബക്കറ്റ് എടുത്തിട്ട് ചെന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അങ്ങനെ ഇകഴ്ത്തി കാണുന്നില്ല. പക്ഷേ അത്തരം ഒരു പ്രസ്ഥാനം, അതായത് ഈ ബക്കറ്റ് പിരിവൊക്കെ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് അങ്ങനെ ഇകഴ്ത്തി കാണിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല. അല്ല, CPM എന്താ അപകർഷത ബോധമാണോ, അല്ലെങ്കിൽ അവരൊരു ചെറിയ പാർട്ടിയായി പോവുകയാണോ SUCIയുടെ മുന്നിൽ? തീർച്ചയായിട്ടും CPM പോലുള്ള അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വർഗ്ഗബോധമുള്ളൊരു തൊഴിലാളി സംഘടന ഒരിക്കലും അത്തരത്തിൽ പെരുമാറാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇവർ ഒരുമിച്ച് ബംഗാളിലൊക്കെ സമരത്തിൽ പങ്കെടുത്ത ആളുകളല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതും ഒന്ന് അയ്യപ്പദാസ് ആമുഖത്തിൽ പറഞ്ഞല്ലേ, ഏതാണ്ട് 50 വയസ്സിനൊക്കെ മേലിലുള്ള സ്ത്രീകളാണ് അല്ലേ? അപ്പൊ അത്രത്തോളം അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നടപ്പാക്കാൻ സൗകര്യം പോലും ഇല്ല. അവിടെ എത്ര സ്ഥലമാണ് നമുക്കറിയാം. എവിടെയൊക്കെയാണ് നോക്ക്, ഇവര് തന്നെ 3 ദിവസം അവിടെ സമരം നടത്തിയിട്ട് ഇവര് സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ട് അവസാനം ഇവരെ സഹാക്കൾക്ക് പ്രാഥമിക കൃത്യം ചെയ്യാൻ പറ്റാത്ത പെട്ടുപോയ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അന്ന് സെക്രട്ടേറിയറ്റിന് ചുറ്റുമുള്ള ആ വെളിമ്പറമ്പാക്കി മാറ്റി അവര് ആ സ്ഥലങ്ങളൊക്കെ, പ്രദേശങ്ങളൊക്കെ ഇല്ലേ, നമ്മളത് മോശപ്പെടുത്തി ഇല്ലേ, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കടുത്ത ചൂട്, വേനൽ ചൂട്
അല്ലേ? നമ്മുടെ തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് ഇന്നലെയൊക്കെ ആയിട്ട് രേഖപ്പെടുത്തിയെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ നല്ല ചൂട് തന്നെയാണ്. നല്ല ചൂടാണ്. ഈ ചൂടിൽ പകല് കത്തി ഉരുകി നിൽക്കണ്, രാത്രി പെയ്ത വേനൽ മഴയിൽ ടെന്റ് പോലും കെട്ടാൻ അനുവദിക്കാതെ ആ ടർപ്പോളിനെ അത് 3 മണിക്ക് അഴിച്ചു മാറ്റിയിരിക്കും പോലീസിന് ഉപയോഗിച്ച്. ഇത് പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയണ കേൾക്കാനില്ല അവർക്ക്. തീർച്ചയായിട്ടും മുകളിൽ നിന്നുള്ള ഉത്തരവ് തന്നെ അവർക്ക് അനുസരിക്കാണ്ട് താളെ തലയിൽ തൊപ്പിണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പോലീസുകാരുടെ വീട്ടിലെ അമ്മമാരും പെങ്ങന്മാരില്ലേ, എന്തിനു വേണ്ടിയാണെന്ന് ഓർക്കണം. എന്തിനു വേണ്ടിയാണ് ഈ സമരം? കേവലം 260 രൂപയാണ് ഇവർക്ക് ഓണറേറിയം കിട്ടുന്നത്. അതായത് ഒരു ദിവസത്തെ വരുമാനമാണ് ഈ പറയുന്നത് 260 രൂപ. 260 300 രൂപ തികച്ചു പിടിക്കുക. 30 ദിവസം പണിയെടുക്കുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും? ഒരിക്കലും ഇല്ല. 9,000 രൂപ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കിലെടുക്കാം. അത്ര പൈസ കിട്ടുന്നില്ല. 6,000 മികച്ച 7,000 രൂപ ഇല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു മാസം പാല് മേടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര രൂപയാവും? അപ്പോൾ ഇവർക്കും പ്രതിഭ ഡെയിലി കിട്ടുന്ന 250 രൂപയിലാണ് അവർ കൂടുതൽ ചോദിക്കുന്നത്. അതെ, അന്ന് അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എന്ത് കൂടുതലാണ് അവർ ചോദിക്കുന്നത്? അല്ല, ഒരിക്കലും ഒരു കൂടുതലല്ല. കാരണം ഇന്ത്യയിലെ ശരാശരി വരുമാനം എന്ന് പറഞ്ഞ് 700 രൂപയാണ്. ഈ 700 രൂപ ഒരു തൊഴിലാളിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ ശാഠ്യം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് മറ്റു വശങ്ങളിലേക്ക് ഒന്ന് പോകാം. തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് തന്നെ വരട്ടെ. ഇവിടെ നമ്മുടെ PSC മെമ്പേഴ്സിന് അവർക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപയെന്ന് ഇപ്പം 3 ലക്ഷം രൂപയാക്കി കൊടുത്തു. അതായത് മിനിമം ഒരു ദിവസത്തെ വേതനം 10,000 രൂപ. ഒരു നിയമനം പോലും നടത്താത്ത PSC മെമ്പേഴ്സ് അല്ലേ? ഇതുപോലെ എത്ര 21 പേരായിട്ട് ഉണ്ട് നമുക്കിവിടെ ഇല്ലേ? 21 പേരുണ്ട്. ഈ മന്ത്രിസഭ പോലെ 21 പേര് അതിലുണ്ട്. നോക്ക് ഇവരെന്ത് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ ഡൽഹിയിൽ നമ്മുടെ പ്രത്യേക പ്രതിനിധി എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഒരാളെ കൊണ്ടേ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ? അയാൾ ഒരു നയ പൈസ ഇവിടത്തേക്ക് എന്താണ് ചെയ്യുന്നത്? കേരളത്തിന് വേണ്ടി എന്ത് സേവനം അദ്ദേഹം ചെയ്യണമെന്നുള്ളത് പിണറായി വിജയനും CPM-കാർക്ക് മാത്രം അറിയാൻ പറ്റിയ കാര്യമാണ്. ഒരു പക്ഷേ പിണറായി വിജയനും ഒഴികെ CPM-ൽ വേറെ ആർക്കെങ്കിലും അത് അറിയാമെന്ന് പോലും നമുക്കറിയാം. എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരിക്കാം. കാരണം KV തോമസിന് ദീർഘകാലം ഡൽഹിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് കേസിന്റെ ചരടുവലികൾ നടത്താനായിരിക്കാം. എന്തുവാട്ടെ. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് ഈ പൈസയുടെ തുച്ഛമായ, അതായത് PSC മെമ്പേഴ്സിന് ദിവസം 10,000 രൂപ 6 വർഷം കാലാവധി കഴിഞ്ഞ പിന്നെ ആയുഷ്കാലം പെൻഷൻ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 10,000 രൂപ ദിവസം അവർക്ക് കിട്ടുമ്പോൾ 260 രൂപ ഓണറേറിയം കിട്ടുന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളൊക്കെ എന്താണ് മാസശമ്പളക്കാർ തന്നെയാണല്ലോ. നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ശമ്പളം എത്രയുണ്ട്, ഏത് രീതിയിലൊക്കെ നമ്മുടെ EMI അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലേ? ആ EMI അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നമുക്കറിയാം. അപ്പോൾ നോക്ക് 260 രൂപ മാത്രം വരുമാനമുള്ള ഈ സ്ത്രീകൾ ക്ലിപ്തമായൊരു സമയമല്ല അവർക്ക് വർക്ക് ചെയ്യാനുള്ളത്. 14 മുതൽ 15 മണിക്കൂർ വരെയാണ് അവർ. എന്നിട്ട് വീട്ടിൽ പോയിട്ടും പണി വീണ്ടും ഈ ഡാറ്റാസൊക്കെ കൊടുക്കണ്ടേ? എന്നിട്ട് കേരളം നമ്പർ 1 ആണ്. ഈ കപ്പൽ മുങ്ങില്ല, ഇതിനൊരു കപ്പിത്താനുണ്ട് എന്നൊക്കെ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ആങ്കറാണ്. നന്നായിട്ട് വാർത്ത പിണറായി വിജയൻ പഠിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഭംഗിയായി സ്ക്രീനിന്റെ മുമ്പിൽ എന്ന് പറയാൻ വീണ ജോർജ് മിടിക്കുകയാണ്. കാരണം ഒരു മാധ്യമപ്രവർത്തക. പക്ഷെ സ്വന്തം ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒരാളുടെ സ്ക്രിപ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം വീണ ജോർജ് പറയുന്നതൊക്കെ അബദ്ധമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാൻ, നമ്മുടെ ഒരു സമയക്കുറവ് കൂടെ നമ്മൾ കണക്കിലെടുത്തുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസം മഴയുടെ കാര്യം പറഞ്ഞു, മഴയും ടാർപോളിനും ഒക്കെ മാറ്റി എന്ന് പറഞ്ഞു. പ്രതിഭ അവിടെ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന ഒരു കേന്ദ്രമന്ത്രി എന്തൊക്കെ പറഞ്ഞ് അടച്ചാക്ഷേപിച്ചിരുന്നാലും നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. ഈ പറയുന്ന കൊടികെട്ടിയ CPM എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷം ഇവിടെ ശക്തമായിരിക്കുന്ന കേരളത്തിൽ ആ ഒരു അയാൾ MP ആയെങ്കിൽ അയാളെ കഴിവുകൊണ്ടാണ് അയാൾ MP ആയത്. അയാൾ MP ആയത് പിന്നെ കേന്ദ്രത്തിന്റെ സഹമന്ത്രിയാണ്. അദ്ദേഹം ഈ മഴ പെയ്യുന്നിടത്ത് വരികയും അദ്ദേഹം അവർക്ക് റെയിൻകോട്ട് കൊടുക്കുകയും കുടയും കൊടുത്തു. അതിനൊരു CPM-കാരനായ CITU നേതാവ് പറഞ്ഞത് മുത്തം കൊടുത്തു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവർക്ക് ഈ മുത്തത്തിനൊന്നും വില അറിയില്ലല്ലോ. തീർച്ചയായിട്ടും നോക്കൂ, സുരേഷ് ഗോപി അപ്പോഴും അവിടെ അവരുടെ സമരപ്പന്തലിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞൊരു വാക്ക്, ഞാനൊരു ഏതൊരു വാർത്തയിലാണ് കണ്ടത്, ഞാനൊരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലല്ല ഇടപെടുന്നത്. അല്ല, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്, അദ്ദേഹത്തിന് പറയാൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ പറയുന്നവർക്ക് പറയേണ്ട കാര്യം. എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ മാനുഷികമായ വശം, അതായത് ഇവിടെ സമരം ചെയ്യുന്ന ഈ അമ്മമാരുടെ ഈ നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ മാനുഷികമായ രീതിയിൽ ചോദിച്ചറിയുന്നു. ഇതിന് നിങ്ങൾ മറ്റ് മാനങ്ങളും മറ്റു വ്യാഖ്യാനങ്ങൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഇത് കേന്ദ്രമന്ത്രി ഡൽഹിയിൽ അദ്ദേഹം കണ്ടു. അപ്പൊ നദ്ദ പറഞ്ഞത് ഇവിടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സമരപ്പന്തലിലെത്തിയപ്പോഴും വീണ ജോർജിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് നദ്ദേനെ കാണണമെങ്കിൽ വരൂ, ഞാൻ സമയം ഫിക്സ് ചെയ്തിട്ട് ഞാൻ കൂടെ വരാം.
നിങ്ങൾ വരില്ല. കാരണം എന്താണ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വരുമാനം എല്ലാം കിട്ടിയിട്ടെന്ന് എനിക്കറിയാം, അവർക്കും അറിയാം. അപ്പം നിങ്ങൾ വന്ന് വാല് മുറിയാൻ വരില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞതിനെ കുറിച്ച് പറയും, ബാക്കി പറയും. അല്ല, സുരേഷ് ഗോപി മാനുഷികമായ ഒരു പരിഗണന എല്ലാ വിഷയത്തിലും വേണം എന്ന് ശാഠിക്കുന്ന ഒരു മനുഷ്യനാണ്. സുരേഷ് ഗോപിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ കുറച്ച് അമാനുഷികത അല്ലെങ്കിൽ കുറച്ച് നടനല്ലേ, നാടകീയമായ ചില പെരുമാറ്റങ്ങളും സംഭാഷണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ശൈലിയിൽ വന്നിട്ടുണ്ടാകും. ഇതിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ ഒരു പക്ഷെ പിണറായി വിജയന്റെ മെയ്വഴക്കമൊന്നും രാഷ്ട്രീയ തന്ത്രജ്ഞതയൊന്നും അദ്ദേഹം നോക്കൂ. ഈ പൊരുവേലത്ത് സമരം ചെയ്യുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാരങ്ങ വെള്ളം അവർക്ക് മേടിച്ചു കൊടുക്കാൻ, ഒരു ഗ്ലാസ് മോരും വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റും, വലിയ ആശ്വാസം തന്നെയാണത്. അവിടെ നമ്മൾ സുരേഷ് ഗോപിയെന്നോ പിണറായി വിജയനെന്നോ അല്ലെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയെന്നോ രാഹുൽ മാങ്കൂട്ടത്തിലെന്നോ വി ഡി സതീശനൊന്നും നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും കൂടി തന്നെയല്ലേ. നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് അങ്ങനെ പോയി നിൽക്കില്ല. ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് പറയേണ്ടി വരും. അതായത് അദ്ദേഹം ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ഉമ്മ സംസ്കാരം ആർക്കാണുള്ളത്? CPM എന്ന് പറയുന്ന പാർട്ടിക്കാണ്. ഇവിടെ ചുംബന സമരമൊക്കെ സംഘടിപ്പിച്ചു. അല്ല, അത് മാത്രമല്ല പ്രദീപ്, ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ പോട്ടെ, ഇവിടെ ഈ കൊച്ചി ലെനിൻ സെന്ററിൽ ഗോപി കോട്ടുമുറിക്കൽ എന്ന നേതാവിനെ അവരുടെ ദാസ് ക്യാപിറ്റലിനകത്ത് ഒളിക്യാമറ വെച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഏതോ ഒരു പാർട്ടി സഖാവിനെ അദ്ദേഹം ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയോ ചെയ്തു. അദ്ദേഹത്തിനെ കുരുക്കാനായിട്ട്, അതായത് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ കുരുക്കാൻ അവർ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ ഉമ്മ കൊടുക്കലും തോണ്ടലും കെട്ടിപ്പിടുത്തവും അങ്ങനെയുള്ള ലൈംഗിക ചേഷ്ടകൾ. അതറിയാതെ അവർ പറഞ്ഞു പോയതാണ്. അല്ല, ഇതിൻ്റെയൊക്കെ മറ്റൊരു മാനുഷികമായ മറ്റൊരു വശം കൂടിയുണ്ട്. ഒരാളെ ചേർത്ത് നിർത്തി അയാളുടെ തലയിൽ തലോടുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണെന്നേ, പൊതുപ്രവർത്തകർ തന്നെയാണ്. കാരണം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് പൊതുപ്രവർത്തനം, പൊതുജനസേവകരാണ് അവർ. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എനിക്കോ അയ്യപ്പദാസിനും ചിലപ്പോൾ സാധിക്കില്ല. നമ്മൾ പൊതുസേവനം തന്നെയാണ് നമ്മളും ചെയ്യുന്നത്, നമ്മുടെ മാധ്യമപ്രവർത്തനം തന്നെയാണ്, ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ പൊതുജനങ്ങളുടെ മറ്റു വിചാരങ്ങളൊന്നും ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പൊതുജനപ്രവർത്തകർ അവിടെ ചേർത്ത് പിടിക്കാനും അവരുടെ സമാശ്വസിപ്പിക്കാനും ഒരുപക്ഷെ അവരെ തലോടാനും ഒക്കെ ഉള്ള ഒരു അധികാരം ഇവർക്കുണ്ടെന്നേ. അതിന് സ്ത്രീകളെ അമ്മമാരുടെ പ്രായമുള്ള അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരുടെ പ്രായമുള്ള സഹോദരിമാരുടെ അത് പറഞ്ഞതിന് കാരണം എന്താ അറിയോ? വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഒരു മാധ്യമപ്രവർത്തകരെ നമുക്കറിയാം. അപ്പോ എന്തെങ്കിലും ഒരു കോഴിക്കോട് വെച്ച് അത് ആസൂത്രിതമാണെന്ന് അറിയാത്ത ഏത് പട്ടിക അല്ല, അത് ഈ എന്തോ ആവട്ടെ. അല്ല, നോക്കൂ, അപ്പൊ ബന്ധങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള എല്ലാം ആ കണ്ണ് മാത്രമേ ഉള്ളൂ. അതെ അതെ അല്ലേ, അതാണ് എല്ലാം ഒറ്റ കണ്ണേ ഉള്ളൂ. അത് പറയാൻ, ഈ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബോധം അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാംസ്കാരിക അവബോധം പറയാൻ അനുവദിക്കാത്തത് കൊണ്ട് പറയുന്നില്ല. അല്ല, ഈ ഉമ്മകളെ കുറിച്ച് നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നില്ല എങ്കിലും ഉമ്മകൾക്ക് ചില പ്രത്യേകതയുണ്ട്. ഒരു കുഞ്ഞുകുട്ടി, അതായത് നമ്മുടെ മടിയിലിരുത്തി ഒരു കുഞ്ഞുകുട്ടി ഉമ്മ കൊടുക്കുന്നത്, നമുക്ക് വൃദ്ധയായിട്ടുള്ള മാതാവിന് നമ്മൾ നെറുകിൽ ചേർത്ത് നമ്മൾ അവർക്ക് ഉമ്മ കൊടുക്കലും അവർ നമുക്ക് ഉമ്മ തരലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനുഷ്യനാവണം. അത് അങ്ങനെയുള്ളവർക്ക് അതിനെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വിഷയം നമുക്ക് മാറ്റിവെക്കാം. അതെ, ഇതിൽ നമുക്ക് ഒരു കാര്യം പറയാം. നമുക്ക് ആ വിഷയം മാറ്റിവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചതിലേക്ക് വന്നുകൊണ്ട് ഈ നമ്മുടെ സംസാരം അവസാനിപ്പിക്കാം. അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നല്ല പ്രസംഗം, അതായത് പിണറായി വിജയനെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയായ വീണ ജോർജിനെയും CPM-നെയും എല്ലാം അടിച്ച് തകർത്ത് ഇരുത്തുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. സ്പീക്കർ പോലും നിങ്ങൾ പറയുന്ന എല്ലാ പോയിന്റും പ്രധാനപ്പെട്ടതാണ് എങ്കിലും കൺക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ഷംസീർ, CPM-ന്റെ സ്പീക്കർ പോലും പറഞ്ഞത് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റും പ്രധാനം, പക്ഷെ സഭാനാഥം തന്നെയാണ്. അപ്പൊ ഇത് കൺക്ലൂഷൻ വേണമല്ലോ. നല്ല മെയ്വഴക്കത്തോടെ അത് രാഹുലിനെ തടഞ്ഞല്ല പറഞ്ഞപ്പോഴും എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞത്. പറയാനുള്ളത് മുഴുവൻ രാഹുൽ പറഞ്ഞു. അതുപോലെ വീഡിയോയും പറഞ്ഞു. അതെ, പാട്ടപ്പിരിവ് നടത്തുന്ന പാർട്ടി എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ആക്ഷേപിച്ചു കഴിഞ്ഞപ്പോൾ വീണ ജോർജിനോട് കേരളത്തിന്റെ ഭൂപടം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടമെങ്കിലും ചുരുങ്ങി പക്ഷെ ഒന്ന് മനസ്സിലാക്കണം. അതിൽ സിക്കിം ഉണ്ടെന്ന് പറഞ്ഞത് 10,000 രൂപ ഇപ്പോഴും ആശാവർക്കർമാർക്ക് ഓണറേറിയം കിട്ടുന്ന സംസ്ഥാനം സിക്കിമാണ്.
അത് ഇന്ത്യയുടെ ഭൂപടത്തിലുള്ള സംസ്ഥാനമാണ്. അതറിയില്ലെങ്കിൽ വീണ ജോർജ് അത് പഠിക്കണം എന്നുള്ള മുഖമടച്ചൊരു അടിയാണ് കൊടുത്തത്. ഏതായാലും സ്റ്റുഡിയോയിലെ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് പിന്നെ വീണ ജോർജ് മറ്റുള്ള ഒരു സ്ക്രിപ്റ്റ്, അതെ, മറ്റുള്ള സ്ക്രിപ്റ്റ് അല്ല, വീണ ജോർജ് നാട് നന്നാക്കാനായി ശ്രമിച്ചപ്പോൾ നാട് നന്നാക്കൽ അത്ര എളുപ്പമല്ലെന്ന് വീണ ജോർജിന് ഇപ്പം മനസ്സിലായി. നാട് യഥാർത്ഥത്തിൽ നാട് നന്നാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിൽ ഇരുന്നാലും പറ്റും. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മളുടെ ജനത്തിന്റെ പ്രശ്നങ്ങളാണ്, നമ്മുടെ അമ്മമാരുടെ പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നമില്ല. കാരണം നമ്മളുടെ കേരളത്തിലെ ആരോഗ്യരംഗം ഇത്ര മികച്ചതാണ്, നമുക്കൊക്കെ ആരോഗ്യത്തോടുകൂടി നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബം ഇരിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ആശാവർക്കർമാരുടെ പ്രയത്നഫലം കൊണ്ട് തന്നെയാണ്, യാതൊരു തർക്കമില്ല. അതുകൊണ്ട് തന്നെ നാട് നന്നാക്കുന്ന ആ പ്രക്രിയയിൽ അവരെ പോലെ തന്നെ നമ്മളും ഈ കാര്യത്തിൽ അവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു. ഇതും ഒരു തരത്തിലുള്ള പൊതുജന സേവനം തന്നെയാണ്. ഇതറിയാത്ത ആളുകളാണ് സുരേഷ് ഗോപി മുത്തം കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നത്. അതിനെ ഒന്ന് എന്തെങ്കിലും പറഞ്ഞ് സൈഡ് ചെയ്യുക. അതെ, ഒന്നുകൂടെ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഇത് അവസാനം മ്ലേച്ഛകരമായ അവസ്ഥയിലേക്ക്, അത്തരത്തിലൊരു സംസ്കാരത്തിലേക്ക് അവരെത്തി. ഒന്നുകൂടെ നമുക്ക് പറയാം. അതായത് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുകയും ഇന്ന് അവര് ഈ പറയുന്ന ഓരോ തൊഴിലാളി നേതാവും, ഈ സംസാരിച്ച തൊഴിലാളി നേതാവിന്റെയും ആസ്തി നമ്മൾ പരിശോധിച്ചാൽ അവരുടെ മക്കൾ പഠിക്കുന്നത്, അവരുടെ സമ്പാദ്യം, അവരുടെ കാറ്, അവർ ഉപയോഗിക്കുന്ന വസ്ത്രം, ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി ഉണ്ടാക്കിയത് കണ്ണൂർ ബീഡി തൊഴിലാളികൾ ചേർന്നുണ്ടാക്കിയതാണ്. അന്ന് കണ്ണൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. കണ്ണൻ എന്ന് പറഞ്ഞൊരു സഖാവ്, നിങ്ങൾക്കറിയാം, ആ ബീഡി തൊഴിലാളിയാണ്. അത് നമ്മുടെയൊക്കെ കുട്ടിപ്രായത്തിൽ നമ്മൾ ദേശാഭിമാനി പത്രത്തിലേക്ക് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ച് മരിച്ചത് യഥാർത്ഥ സഖാക്കളായിട്ടാണ്. ഇന്ന് ആ തൊഴിലാളി വർഗത്തെ കാണുമ്പോൾ പിണറായി വിജയൻ അടങ്ങുന്ന CPM, ഇളമരം കരീം അടങ്ങുന്ന CPMകാർക്ക് പുച്ഛമാണോ? എനിക്ക് എൻ്റെ ഒരു സംശയം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം കൂടി പറയും. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നിലവിലുള്ള ഈ CPMന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന എത്ര നേതാക്കന്മാർ 10 രൂപയുടെ പണിയെടുത്തവരുണ്ട്? അല്ല, ആരുമില്ല. അടികൊണ്ടവരുണ്ടാവും, സമരത്തിൽ അടികൊണ്ടവരുണ്ടാവും. ബഹുജന സമരത്തിൽ എല്ലാവരും പങ്കെടുത്ത് കാണും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുമ്പോൾ തൊഴിലിന്റെ മഹാത്മ്യം അറിയാവുന്നവർ എത്ര പേര് മേലനങ്ങി പണിയെടുത്ത് വേർത്ത് ഒരൊറ്റ മനുഷ്യരുണ്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ആശാവർക്കർമാർ വെയിലത്തും മഴയത്തും നിന്ന് സമരം ചെയ്യുമ്പോൾ അവർക്ക് തൊഴിലാളി വർഗത്തോട് പുച്ഛമാണ്. ആ വേദന മനസ്സിലാക്കാൻ സാധിക്കാത്തത് വിയർപ്പിന്റെ അധ്വാനത്തിന്റെ വില അറിയാത്തതുകൊണ്ട് തന്നെയാണ്. അതിന് മുഖ്യമന്ത്രി ഒരു മനുഷ്യനാകണം. അതെ, മുഖ്യമന്ത്രി എന്നല്ല, ഈ നമ്മൾ നേരത്തെ അയ്യപ്പദാസ് പറഞ്ഞ ശീതീകരിച്ച മുറിയിൽ ഇരുന്നിട്ട് ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നവർക്ക് പൊരിവേലത്ത് നിന്ന് ആ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ മഴ കൊണ്ടൊക്കെ പണിയെടുക്കുന്നവന്റെ വേദന മനസ്സിലാവില്ല. അത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഹായ് സിന്ധ് എന്ന് പറഞ്ഞിട്ട് തമ്പാനൂർ ഒരു ഹോട്ടലുണ്ട്. ഈ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു മറ്റേ വ്യാപാരികൾ ഈ ഗ്ലോബൽ മീറ്റ് നടത്തിയത്. ഈ പാവങ്ങൾ കിടന്ന് അതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവർ കാറിൽ പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. അല്ല, ഇതിൽ വേറൊരു വ്യത്യാസം കൂടി പറയാം. ഇപ്പൊ ഈ ഗ്രാൻഡ് ഹയാത്ത് എന്ന് പറഞ്ഞ ഗ്രാൻഡ് ഹയാത്തിന്റെ ഈ പണി നടക്കുമ്പോൾ ആ പണി തടയാൻ വേണ്ടി നടന്ന ആളുകളാണ് ഈ പാർട്ടിക്കാർ. ഇപ്പൊ ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് ഗ്ലോബൽ മീറ്റ് നടത്തിയത്. ഒന്ന് ആലോചിച്ചു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇപ്പോൾ കമ്പ്യൂട്ടറൊക്കെ വന്നപ്പോൾ തൊഴിൽ നഷ്ടമാവെന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ്. അപ്പോൾ ഒരു 10-15 വർഷം ഇവർ എപ്പോഴും പിറകിൽ നിന്നിട്ടാണ് സമരം ചെയ്തേക്കുന്നത്. അതായത് പ്രതിഭ, ഇവർക്ക് ബുദ്ധി പിന്നീടേ ഉണ്ടാവുള്ളൂ. പ്രതിഭ നോക്കിക്കോ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തില്ലേ നമ്മുടെ ശ്രീനിവാസനെ അടിച്ചു താഴെയിട്ടാണ്. തീർച്ചയായിട്ടും ഇപ്പൊ സ്വാശ്രയ കോളേജിന് വേണ്ടിയിട്ട് പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിഭ, ഇതില് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ബുദ്ധി പിന്നീടേ ഉണ്ടാവുള്ളൂ. നമ്മളെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളെങ്കിലും ഒരുപക്ഷെ നേതൃത്വത്തിന്റെ താല്പര്യത്തിന് വഴങ്ങിയിട്ടായിരിക്കണം പലപ്പോഴും സത്യത്തെ വിസ്മരിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഈ സത്യത്തെ വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ് തൊഴിലാളി വർഗ പാർട്ടി എന്ന് മേനി നടിക്കുന്നവർ, അധസ്ഥിതരുടെ അടിസ്ഥാനവർഗമായ തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങൾ വർത്തിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് പാവപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വരുമാനം ഓണറേറിയത്തിന് പണിയെടുക്കുന്ന, ഏറ്റവും ചുരുങ്ങിയ വരുമാനത്തിൽ പണിയെടുക്കുന്ന ഈ ആശാവർക്കർമാരെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകളല്ലേ? അതെ, ഇവർ ഒരു കാരണവശാലും തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് ഒരു കാരണവശാലും മേനി പറയാൻ ഇവർക്ക് യാതൊരു അർഹതയില്ല എന്ന് വേണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കും.